ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുക്കിങ്ങും കുറച്ച് ട്രാവലിങ്ങും കുറച്ച് ഷോപ്പിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളത് ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു പുതിയൊരു സിമ്പിൾ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് സോയ ബിരിയാണിയാണ്, സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്ന റെസിപ്പി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഞാനിപ്പോൾ 2 കപ്പ് അളവിലാണ് സോയ ചങ്ക്സ് എടുക്കുന്നത്. നിങ്ങളത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ട് ഈ സോയ ചങ്ക്സ് നന്നായി കഴുകുക. അതിനുശേഷം നല്ല ചൂടുവെള്ളത്തിൽ ഒരു 15 to 20 മിനിറ്റ്സ് നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസും കൂടിയും ചെയ്തു വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസാണ്. ഇതേപോലെ തന്നെ നേരത്തെ സോയ ചങ്ക്സ് എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ ഞാൻ അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പം നമ്മുടെ അരി ചിലപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ സോക്ക് ചെയ്യണതിൻ്റെ മുമ്പായിട്ട് നന്നായിട്ടൊന്ന് അരി വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ പൊട്ടി പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ അത്രയ്ക്ക് ടേസ്റ്റ് വന്നില്ലെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും വ്രതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ ഫുഡിലോട്ടൊക്കെ മാറുന്നൊരു മൈൻഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിന് അവർക്കൊക്കെ പറ്റിയ ഒരു നോൺ വെജ് പോലത്തെ ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. 15 മിനിറ്റ്സിന് ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നന്നായി വെള്ളം ഒക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൈ വെച്ച് നന്നായി പിഴിഞ്ഞ് ഈ സോയ ചങ്ക്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഇതായിട്ടാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് 2 ഹാഫാക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. 1 കപ്പ് അളവിൽ നമ്മൾ തൈര് അല്ലെങ്കിൽ യോഗേർട്ട് ഇടുക, പുളിയില്ലാത്തത്. എന്നിട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, 2-3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ സാദാ നമ്മുടെ മുളക് പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർക്കണം. എന്നിട്ടിത് കൈ വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ നിങ്ങൾ നന്നായി മിക്സ് ചെയ്ത് ഈ മാരിനേഷൻ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇതൊരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമാണ്. അപ്പോൾ സ്പൈസസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്പൈസസ് എല്ലാം നമ്മൾ അതിലോട്ടൊന്ന് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 2 വലിയ ഉള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്തതും പിന്നെ 5 പച്ചമുളക് നടുവേ കീറിയതും പിന്നെ 1-2 തക്കാളി, പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക. വലിയ പുളിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു 1.5 തക്കാളിയൊക്കെ ഓക്കെയാണ്. ഞാനിപ്പോൾ എടുത്തത് കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പച്ചമുളകും ഉള്ളിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസ് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൽ ലിഡ് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് നമുക്കൊന്ന് ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ടൊമാറ്റോസ് എല്ലാം വഴണ്ട് കിട്ടും.
ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് നമ്മളത് സോട്ട് ചെയ്യുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് പുതിനയുടെ ഇലയുമാണ്. അപ്പം എപ്പോഴും പുതിനയുടെ ഇല കുറച്ചെടുക്കാൻ നോക്കുക. മല്ലിയിലേനേക്കാളും കുറച്ച് കുറവായിട്ട് എപ്പോഴും ഇടാൻ നോക്കുക. ഈ ഒരു എന്താ പറയുക, ഹെർബ്സ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ സ്മെല്ല് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. നമുക്കും ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ സെയിം ഇഫക്റ്റാണ്. ഈ ഹെർബ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബിരിയാണിയുടെ ആ ഒരു സ്മെല്ല് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സെയിം നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയേഴ്സാണ് കേട്ടോ. ഈ ഒരു സ്ഥാനത്ത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കും. ചിക്കൻ ബിരിയാണി ആണെങ്കിൽ അത്രേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത സോയ ചങ്ക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ സോട്ട് ചെയ്യണം. ഒരു 5 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അരി നമുക്കൊന്ന് മാറ്റാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ സോയ ചങ്ക്സിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ. എന്നിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ അരിയും സോയ ചങ്ക്സും എല്ലാം നന്നായിട്ട് പിടിക്കണം. അതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ 1 കപ്പ് അളവിന് 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് ഞാൻ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ടൈമിലൊന്ന് നമ്മുടെ ഉപ്പൊക്കെ പാകമാണോ നോക്കുക. പാകം എന്നല്ല ഞാൻ പറയണേ, കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ് എപ്പോഴും. എന്നാലേ നമ്മൾ കുക്കായി വരുമ്പോൾ നമ്മുടെ റൈസിലേക്ക് ആ ഒരു ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് ആവി ഇങ്ങനെ പുറത്തോട്ട് വരുന്ന ടൈമിൽ നമുക്ക് വിസിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 വിസിലാണ് കറക്റ്റായിട്ട് വെക്കുന്നത്. 2 വിസിലിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. എന്തായിട്ടുണ്ടാവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ സോയ ചങ്ക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഈ കുക്കറിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ചിലപ്പം കുക്കറിൽ ഇരിക്കുമ്പം അടിയിലത്തെ റൈസ് ഓവറായിട്ട് കുക്കാവും. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സംഭവം വിചാരിച്ച പോലെയല്ല, എന്തായാലും നല്ല അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ച് നോക്കി. കുക്കർ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം ഡെഫിനറ്റായിട്ട്. ഞാൻ ഈ റെസിപ്പി ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. എന്തായാലും അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ഡേ ടു ഡേ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഇതുപോലത്തെ ക്രിസ്മസ് കളക്ഷൻസ് കണ്ടു. ഇപ്പം ക്രിസ്മസിൻ്റെതായതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഡെക്കർ ഐറ്റംസ് അവിടെ ഒരുപാടുണ്ട്. അതും നല്ല എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഈ കാണുന്ന ക്രിസ്മസ് ഡോൾസൊക്കെ 10.95 ദിർഹം ഉള്ളൂ. അപ്പോൾ അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പുതിയ ക്യൂട്ടായിട്ട് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കുറച്ച് ക്രിസ്മസ് കളക്ഷൻസ്. അപ്പം നിങ്ങൾ അബുദാബി ഡേ ടു ഡേയിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടൊന്ന് വന്നിട്ടൊന്ന് നോക്കണം. കാരണം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കുറേ ഐറ്റംസ് അവൈലബിൾ. എല്ലാ ഐറ്റംസും ഞാൻ പറയുന്നില്ല, കുറേ ഐറ്റംസ് പൈസ കൂടുതലുള്ളതുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വീഡിയോയിലൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡേ ടു ഡേ ഷോപ്പിംഗ് ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും അക്കി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ പോകുന്നത് അൽവാദ മോളിലേക്കാണ്. അവിടെ H&Mൽ പോയി അക്കിക്കൊരു ടീഷർട്ടൊക്കെ എടുത്തു. ആ ഒരു ടൈമിൽ ബില്ലിൻ്റെ ടൈമിൽ ഞാൻ ഇവിടുത്തെ ഈ ആക്സസറി സെക്ഷനിലേക്കൊന്ന് ജസ്റ്റ് വന്നതാണ്. ഒരുപാട് കൊറിയൻ വൈബ് തരുന്ന നല്ല ഭംഗിയുള്ള നെക്ക് പീസസ് അവിടെ കണ്ടു. ഇയറിങ്സ് ആണെങ്കിലും റിങ്സ് ആണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഡിസ്കൗണ്ട് സെയിലിലുള്ള വേറെ സെക്ഷനിലുണ്ട്. അപ്പം നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഞാൻ വന്നത് ഹോം സെൻറ്ററിലാണ്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഹോം സെൻറ്ററിൽ വന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് നോക്കി പോകാറുണ്ട്. എന്തെങ്കിലും ക്രിസ്മസ് വൈബ്സിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ഇപ്പോൾ UAE നാഷണൽ ഡേ ആയതുകൊണ്ട് നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസിലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഡെക്കേഴ്സൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ എടുത്തു എന്നേ ഉള്ളൂ. നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്രിസ്മസ് സീസൺ ആകുമ്പോൾ തന്നെ ഈ ഹോം സെൻറ്റർ ആണെങ്കിൽ, ഹോം ബോക്സ് ആണെങ്കിൽ, ഈവൻ ഐക്യാണെങ്കിൽ പോലും അവർ ആ ഒരു സീസൺ, ആ ഒരു ഫെസ്റ്റിവൽ വൈബിൽ അവരെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം പോയ സമയങ്ങളുണ്ട്. എനിക്ക് ഷോപ്പിങ്ങിനേക്കാളും ഇഷ്ടം വിൻഡോ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക, അതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് പാർട്ടായിട്ട് കാണുകയാണ് ഞാൻ. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇവിടെ ഓൾമോസ്റ്റ് അക്കംപ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീതേട്ടനും അഞ്ജലിയും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ താഴെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അക്കി കാറ് പാർക്ക് ചെയ്യാൻ പോയ ടൈമിൽ ഞാൻ എന്തായാലും നമ്മൾ ഷോപ്പ് ചെയ്ത കവറും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ താഴെ വന്നപ്പോഴേക്കും ശ്രീതേട്ടനും അഞ്ജലി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ടൈം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണിത്. അതായത് ഇന്ന് നമ്മൾ ദുബായിക്ക് പോവാണ്, മാമൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പം കുറേ ആയി അങ്ങോട്ടേക്ക് പോയിട്ട്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5-2 മാസത്തിൻ്റെ അടുത്തായി ഞാൻ മാമനെയും ഫാമിലീനെ കണ്ടിട്ട്. ഇത് അക്കിയുടെ മാമനാണ്. പുള്ളിക്കാരൻ അവിടെയാണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. അപ്പോൾ നമ്മൾ അവരെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമിലാണ് നമ്മൾ ഇറങ്ങിയത്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുമ്പം കുറച്ച് ലേറ്റായി. ഇപ്പം ഈ നാഷണൽ ഡേയുടെ പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഒന്നാമതും ഈ ഒരു ടൈമിൽ അവിടെ എപ്പോഴും ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ ദുബായിലോട്ട് എത്തിയപ്പോഴേക്കും നമ്മുടെ അബുദാബി വൈബ് മാറി. എല്ലാം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു വൈബാണ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ സ്പോട്ടിലെത്തി. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത് ദുബായിലാണ്. നമ്മൾ ഈ പാലം കയറി അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഷാർജയാണ്. മാമൻ താമസിക്കുന്നത് ആക്ച്വലി ഷാർജയാണ്. അപ്പോൾ ദുബായ് ഷാർജ ബോർഡറായിട്ടാണ്. അപ്പം ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാണുന്ന ആ ഒരു ടൈഗർ ബിൽഡിങ്ങിലാണ് മാമൻ താമസിക്കുന്നത്. ഭയങ്കര ഒരു ഹ്യൂജ് ഒരു ബിൽഡിംഗ് ആണ്. അപ്പം എന്തായാലും നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്യുന്നു, ദുബായിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നു, നമ്മൾ ഷാർജയിലോട്ട് പോകുന്നു. ഭയങ്കര രസമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റോഡൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫൈൻ കിട്ടും കേട്ടോ. അത് വേറെ കാര്യം. ഇന്ന് പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ചെറിയ സെലിബ്രേഷൻ, അതായത് ചിറ്റയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പായിരുന്നു. അപ്പോൾ ഈ ഒരു മാസം അക്കിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവരെ രണ്ടുപേരുടെ ബർത്ത്ഡേ യൂഷ്വലി എപ്പോഴും ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലുലുലു വന്ന് കേക്കൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും ഇത് അവർ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ലുലുന്ന് മേടിച്ച കേക്ക്. ഇത് നല്ല ഒരു എനിക്ക് തോന്നുന്നു ഐറിഷ് കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മേടിച്ചത് ചെറിയ കേക്കാണ്, കാരണം അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്മോൾ സൈസാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എല്ലാ കൊല്ലവും ഒരുമിച്ചാണ് ഇവർ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യാറ്. ഈ തവണ ആക്കിക്ക് ആ ഒരു ബർത്ത്ഡേ ടൈമിന് അവിടെ കറക്റ്റായിട്ട് എത്താൻ പറ്റില്ല. എന്തായാലും ഇവർ രണ്ടുപേരും ബർത്ത്ഡേ ഒരു മാസം ആയതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും രണ്ടുപേരും കൂടിയിട്ട് ബർത്ത്ഡേ എപ്പോഴും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അക്കിയുടെ ബർത്ത്ഡേ ഓൾറെഡി 2 തവണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തെങ്കിലും ഇത് അക്കിയുടെ 3rd ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി തീം റെഡും ഗ്രീനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ റെഡും ഗ്രീനായിട്ടാണ് എല്ലാവരും ഇട്ടിട്ട് വന്നത്. പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് ഇതൊരു ക്രിസ്മസ് സീസണാണ്, പിന്നെ അതുപോലെ UAE നാഷണൽ ഡേ. അപ്പോൾ ഫ്ലാഗിൻ്റെ കളർ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ UAE നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് വൈബായി, പിന്നെ ഇവരുടെ ബർത്ത്ഡേയും കൂടിയായി. അപ്പോൾ എല്ലാം കൂടി 3 പരിപാടിയുടെ കേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നത്. ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചിറ്റയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ ചിറ്റയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം എന്തായാലും മൊത്തത്തിലൊരു നല്ല രസമായിരുന്നു. അന്നത്തെ നൈറ്റ് നമ്മൾ അവിടെ കിടന്നുറങ്ങി, അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് അബുദാബിക്ക് വരാനുള്ള പ്ലാനാണ്.
അപ്പോൾ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അബുദാബിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ലിസ് എക്സിബിഷൻ നടക്കുന്നുണ്ട് എക്സ്പോ സെൻറ്ററിൽ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് എക്സ്പോ സെൻറ്ററിലേക്കാണ്. അവിടെ ലിസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഭയങ്കര ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം കൂടി കൊളാബ് ചെയ്തിട്ടുള്ള എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ 2 years ബാക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കി എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. ഞാൻ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തു. ഇത് December 8th വരെ ഈ ഒരു പ്രോഗ്രാം അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര രസമാണ്. നമുക്ക് നല്ല പ്രൈസ് കുറവിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു പർച്ചേസ്. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഡെക്കർ ഐറ്റംസ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും പെർഫ്യൂംസ് പിന്നെ ഡ്രസ്സസ് എല്ലാതും ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. ഞാൻ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ മേടിച്ചത്. ഈ കാണുന്ന ഡെക്കർ ഐറ്റമായി ഈ ഔളിനെ ഞാൻ മേടിച്ചു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് കണ്ടപ്പം. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഐറ്റംസിൽ നിന്ന് കുറച്ച് കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ കാണുന്ന റിങ്സൊക്കെ ഫിംഗർ റിങ്സ് ആണ്. അതുപോലെ ചെയിൻസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിങ് ഫ്രം 5 dirham. എനിക്ക് നല്ല ഒരു റീസണബിൾ പ്രൈസായിട്ടും അതിൻ്റെ ക്വാളിറ്റി നോക്കിയപ്പോൾ എനിക്ക് അത്ര മോശം തോന്നിയില്ല. നല്ല ക്വാളിറ്റിയാണ്. പിള്ളേർക്ക് പറ്റിയ ക്ലോത്തിങ്ങും പിന്നെ പിള്ളേരിപ്പോൾ കൊണ്ടുവന്നാലും ബുദ്ധിമുട്ടില്ല. അവിടെ പ്ലേ ഏരിയ ഉണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു ഫാമിലി ടൈമായിട്ട് വരാനും ഷോപ്പിങ്ങിന് പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. December 8th വരെയാണ് ഇത് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അക്കേനെ പിക്ക് ചെയ്തു. ഞങ്ങൾ തിരിച്ച് നമ്മുടെ അബുദാബിയിലോട്ട് വരികയാണ്. എന്തായാലും നല്ല ഹാപ്പി ഷോപ്പിംഗ് ആയിരുന്നു. ഞാൻ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ മേടിച്ചു, കുറേ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അബുദാബി എത്തിയപ്പം നമുക്ക് പെട്ടെന്ന് കാരണം UAE നാഷണൽ ഡേ ആയതുകൊണ്ട് കുറച്ച് ഓഫേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പോയി കണ്ടുവച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട് മെയിനായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ അൽവാദ ലുലുവിലേക്കാണ് വന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ യൂട്ടൻസിൽസ് കുറച്ച് പുതിയത് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഫർ പ്രൈസിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മളിതേ ഈ കാണുന്ന ഈ ഒരു സെറ്റ് ഓഫ് യൂട്ടൻസിൽസ് മേടിച്ചു. ഇത് കാസ്റ്റ് അലുമിനിയം ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കുറച്ച് പാത്രങ്ങൾ കുറച്ച് ഡാമേജ് ആയിട്ട് മാറ്റാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഫർ പ്രൈസിൽ മേടിക്കുമ്പം എപ്പോഴും നല്ലതാണല്ലോ നമുക്ക്. അപ്പം 3 ഇതേപോലത്തെ യൂട്ടൻസിൽസ് നമുക്ക് മേടിക്കാൻ പറ്റി. വിത്ത് ലിഡാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ബെസ്റ്റ് പർച്ചേസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അക്കി വർക്ക് ചെയ്യുന്ന ബിൽഡിങ് ഇതാണ് കേട്ടോ. ഇതിന് പൈനാപ്പിൾ ടവർ എന്നാണ് പറയുക. അതും നമ്മുടെ UAE നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇവർ കംപ്ലീറ്റ് ആ ഒരു നാഷണൽ ഫ്ലാഗിൻ്റെ കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. ഇവിടെ മാത്രമല്ല ഒരുവിധം എല്ലാ ബിൽഡിങ്സിലും നാഷണൽ ഫ്ലാഗ് ആണെങ്കിലും ഈ ലൈറ്റിങ്സ് ആണെങ്കിലും എല്ലാം നല്ലൊരു അടിപൊളി ഫെസ്റ്റീവ് മോഡാണ് ഇപ്പം UAE. അത് ഏതൊരു എമിറേറ്റ്സിൽ പോവുകയാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടൊക്കെയാണ് പോകുന്നത്. ഇനി വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.